കേരളത്തിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ മലയാള നാടകോത്സവം. വേഷത്തിലും വിഷയത്തിലും അഭിനയത്തിലും അവതരണത്തിലും ആസ്വാദകരെ അമ്പരപ്പിക്കുന്ന നാടകക്കാലം. അബുദാബി ഇപ്പോൾ ഭരത് മുരളി നാടകോത്സവത്തിൻ്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ്. ഗൾഫിൽ തണുപ്പുകാലമാണെങ്കിലും അബുദാബിയിൽ ഇത് നാടകത്തിന്റെ വിയർപ്പുകാലമാണ്. സംവിധായകരും അഭിനേതാക്കളും കലാകാരന്മാരുമെല്ലാം സ്തബ്ധ മുഹൂർത്തങ്ങളിൽ നിറഞ്ഞാടുന്ന കാലം. ആസ്വാദകർ അഭിനയ മുഹൂർത്തങ്ങളിൽ അത്ഭുതപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ. എന്റെ അച്ചാച്ചനൊരു പൂച്ച ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പൊക്കെ ആരുണ്ടായിരുന്നല്ലേ? ഇങ്ങനെ ഞാൻ സംസാരിച്ചു. എന്റെ അച്ചാച്ചനെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഒരു കുപ്പി കള്ളും കുടിച്ച് കല്ലേരി വയലിലൂടെ കുറ്റിച്ചൂട്ടും കത്തിച്ച് പൂരക്കളിപ്പാട്ടും പാടി അച്ചാച്ചൻ്റെ ഒരു വരവുണ്ട്. അച്ചാച്ചന്റെ നനവ് തട്ടിയ ഉടൻ തന്നെ ഉമ്മണി അടുക്കളയിൽ നോടും. സോർബ മുതൽ കാമമോഹിതം വരെ നീണ്ടു നിൽക്കുന്ന നാടക പരമ്പര. മരണക്കളി, പൂച്ച, സോവിയറ്റ് സ്റ്റേഷൻ കടവ്, ടോയ്മാൻ, ടിങ്കിൾ റോസയും 12 കാമുകന്മാരും, ജീവലത, ഭൂതങ്ങൾ, 6-ാം ദിവസം തുടങ്ങി ഓരോ ദിവസവും ആസ്വാദകരെ അമ്പരപ്പിക്കുകയാണ് സോഷ്യൽ സെന്റർ ഒരുക്കിയ ഭരത് മുരളി നാടകോത്സവം. കേരള സോഷ്യൽ സെൻ്ററിൻ്റെ നാടകോത്സവം മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ വിജയകരമായി ഇതുവരെ നടത്തിപ്പോന്നു. തീർച്ചയായും അബുദാബിയെ സംബന്ധിച്ച് നാടകപ്രേമികളുടെ ഒരു ഉത്സവം തന്നെയായി വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള നാടകപ്രവർത്തകരും നാടകപ്രേമികളും എല്ലാവരും ഒത്തുചേരുന്ന കേരള സോഷ്യൽ സെൻ്ററിൻ്റെ അങ്കണം ജനനിബിഡമാകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുപോരുന്നത്. ഓരോ ദിവസവും ഓരോ നാടകാനുഭവം സമ്മാനിക്കുന്ന അപൂർവ മേളകളിലൊന്നാണ് 12ാമത് ഭരത് മുരളി നാടകോത്സവം. 10 പ്രവാസി കൂട്ടായ്മകൾ, നാടക സമിതികൾ മാറ്റുരയ്ക്കുന്ന മേള. കേരളത്തിലെ പ്രശസ്തരും പ്രതിഭാധനരുമായ സംവിധായകരാണ് ഓരോ സമിതിയുടെയും നാടകം അണിയിച്ചൊരുക്കിയത്. ഇവരോടൊപ്പം UAE-യിലെ നാടക പ്രവർത്തകർ കൂടി ആത്മസമർപ്പണത്തോടെ അലിഞ്ഞു ചേർന്നു. സംഘാടക മികവും അവതരണത്തിലെ തികവും അഭിനയത്തിലെ അതുല്യതയും ആസ്വാദകരുടെ സമർപ്പണവും ഒത്തുചേർന്നതാണ് ഭരത് മുരളി നാടകോത്സവം. നവീനാശയങ്ങളുടെ അതിതീവ്രവും അതുല്യവുമായ നാടകാവതരണം. നാട്ടിൽ നാടകവുമായിട്ടും ചലച്ചിത്രമായിട്ടും മിനിസ്ക്രീനുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ വലിയ ആദരവാണ് ഈ അരങ്ങിനോട് തോന്നുന്നത്. കാരണം അബുദാബി സോഷ്യൽ സെൻ്ററിൻ്റെ അരങ്ങുകളിൽ ഓരോ ദിവസവും നിറഞ്ഞാടുന്നത് വൈവിധ്യമാർന്ന നാടകങ്ങളാണ്. ഇതിൽ അഭിനയിക്കുന്നവർ, അഭിനേതാക്കളും അഭിനേത്രികളും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഏറ്റവും ശക്തമായ രീതിയിൽ അവരുടെ പ്രതിഭയുടെ പ്രകാശം അരങ്ങിൽ നിലനിർത്തുവാൻ ശ്രമിക്കുന്നു. ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിലും അർദ്ധരാത്രികളിലും അവധി ദിവസങ്ങളിലുമെല്ലാമായിരുന്നു നാടക പരിശീലനം. അത്രത്തോളം ആത്മാർത്ഥതയുള്ള കലാകാരന്മാരാണ് വേദിയിലും അണിയറയിലും നിറഞ്ഞത്. ഡിസംബറിലെ തണുപ്പെന്നാൽ നാടകത്തിൻ്റെ ചൂടാണ്. ഒട്ടനവധി പ്രയാസങ്ങൾ സഹിച്ചാണ് സാമ്പത്തികമായും പരിശ്രമത്താലും അത് 2 മാസ കാലഘട്ടത്തോളം നീണ്ടു നിൽക്കുന്ന നാടക ക്യാമ്പുകൾ അരങ്ങേറിയാണ് ഈ ഓരോ സമിതികളും അബുദാബിയിൽ നാടകം അവതരിപ്പിക്കാനായി എത്തുന്നത്. ഈ സമിതികളുടെ ഈ വിധ പരിശ്രമങ്ങൾ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല. ആയതിനാൽ എല്ലാ സമിതികൾക്കും നമ്മളെ കേരള സോഷ്യൽ സെൻ്റർ വേണ്ടവിധ എല്ലാ സഹായങ്ങൾ നൽകിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ആഘോഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ഈ വരുന്ന ജാനുവരി 21, 26, 27, 28 തീയതികളിൽ കേരള സോഷ്യൽ സെൻ്റർ യുവജനോത്സവവുമായി മുന്നോട്ട് വരികയാണ്. അതിലും UAE-യിലെ എല്ലാ എമിറേറ്റിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് നമ്മുടെ ഈ ഒരു യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി മുന്നോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നാടകത്തിൽ പ്രധാനം നടനം തന്നെയാണ്. മറ്റേത് ഘടകം പിന്നോട്ടു പോയാലും നാടകത്തെ തികവുറ്റതാക്കാൻ അഭിനേതാക്കൾക്ക് കഴിയും. പ്രേക്ഷകരുമായുള്ള സംവേദനം, അരങ്ങ്, അണിഞ്ഞൊരുങ്ങൽ എന്നിവയിലെല്ലാം തികവാർന്ന മേളയെന്ന് ഭരത് മുരളി നാടകോത്സവത്തെ വിശേഷിപ്പിക്കാം. കഥാപാത്രത്തിനും സന്ദർഭത്തിനും അനുസരിച്ച മേക്കപ്പ് എടുത്തു പറയേണ്ടതു തന്നെ. അപ്പോൾ ഈ നാടകത്തിൻ്റെ കഥക്കനുസരിച്ചിട്ടുള്ള വേഷം ഏതാണോ അതാണ് ഇവിടെ ചെയ്തു വരുന്നത്. മൊത്തത്തിൽ ഓരോ സംവിധായകൻ്റെ പല രീതികളും, അത് ചിലപ്പോൾ നാടകം ചരിത്രമാവാം, ചിലപ്പോൾ പുരാണ ടൈപ്പാവാം, അല്ലെങ്കിൽ സോഷ്യൽ ഡ്രാമയാവാം.
അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാരക്ടറുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അലൈൻ ക്രിയേറ്റീവ് ക്ലൗഡിനു വേണ്ടി സാജിദ് കൊടിഞ്ഞിയാണ് സോർബ ഒരുക്കിയത്. അൽക്കൂസ് തിയേറ്ററിനായി അജയ് അന്നൂർ ജീവലതയും, കനൽ തിയേറ്റേഴ്സിനു വേണ്ടി പ്രശോഭ് ബാലൻ മരണക്കളിയും, റാസൽ ഖൈമ ചേതനയ്ക്ക് വേണ്ടി ബിജു കൊട്ടില ഒരുക്കിയ പൂച്ചയുമെല്ലാം പ്രേക്ഷകരെ പിടിച്ചുരുത്തി. ശക്തി തിയേറ്റേഴ്സിനു വേണ്ടി ഹസീം അമരവിളയാണ് സോവിയറ്റ് സ്റ്റേഷൻ കടവ് ഒരുക്കിയത്. ഷാർജ ചമയത്തിന്റെ ടോയ്മാൻ അഭിമന്യു വിനയകുമാറും, അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ട്വിങ്കിൾ റോസായും 12 കാമുകന്മാരും ഷൈജു അന്തിക്കാടും പ്രേക്ഷകരിലെത്തിച്ചു. ഓർമ്മ ദുബായിയുടെ ഭൂതങ്ങൾ OT ഷാജഹാൻ, അബുദാബി യുവകലാസാഹിതിയുടെ 6ാം ദിവസം വൈശാഖ് അന്തിക്കാട്, ഒൻറ്റാരിയോ തിയേറ്റേഴ്സിന്റെ കാമമോഹിതം സുവീരൻ എന്നിങ്ങനെ തികവുറ്റ നാടക പ്രതിഭകൾ അണിനിരന്ന മത്സരം. നാടക സങ്കല്പങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഏകദേശം ഒരു 400-450ഓളം അമേച്വർ നാടകങ്ങൾ കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ഓരോ പ്രേക്ഷകൻ്റെയും നാടക സങ്കല്പങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് കണ്ട ഒരു നാടക സങ്കല്പമല്ല ഇത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകരും ആ ഒരു രീതിയിലേക്ക് നമുക്ക് എടുക്കാനും വേണ്ടി സാധിക്കില്ല. പക്ഷേ ആ ഒരു സങ്കല്പത്തിലേക്ക് ചില സംവിധായകർ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നാടകം എന്ന് പറയുന്നത് ഒരു മത്സരം അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ വേ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു സംവിധായകൻ പോകുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് എത്രത്തോളം അത് സംവേദനം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കുള്ള അഭിപ്രായം. 1 മണിക്കൂറിൽ കുറയാത്തതും 2 മണിക്കൂറിൽ കൂടാത്തതുമായിരുന്നു നാടകങ്ങൾ. ദുർഗ്രഹത ഒട്ടുമില്ലാത്ത അവതരണം, വിരസത തൊട്ടു തീണ്ടാത്ത പിരിമുറുക്കം, ഇതിലെല്ലാം ഉപരി നാടകത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ആസ്വാദകർ. ഈ ഒരു ഫെസ്റ്റിവൽ എടുത്താൽ തന്നെ ഇതിനകത്ത് ദുർഗ്രഹത ഉള്ള നാടകങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വെച്ചാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്ന, ഇപ്പോൾ അതിനകത്ത് ഒരു 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 കഥാകഥനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, പ്രേക്ഷകരിൽ അനുഭവം സൃഷ്ടിക്കുന്ന, അതാണല്ലോ നാടകത്തിൻ്റെ നാടകീയ അനുഭവം സൃഷ്ടിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള നാടകങ്ങളാണ് പൊതുവെ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞത് ശരിയാണ്, കുറച്ച് പ്രേക്ഷകരെ ഗൗരവ നാടകങ്ങൾ ഒരല്പം ദുർഗ്രഹതയുടെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ അകറ്റിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി നമ്മുടെ നാടക പ്രവർത്തകരും സംവിധായകരും. ഇപ്പോഴും വളരെ സ്ട്രെയിറ്റായിട്ട് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതോടൊപ്പം തന്നെ അതിൻ്റെ കലാപരമായ മേന്മ താഴോട്ട് പോകാതെ സൂക്ഷിക്കുകയും ചെയ്ത നാടകങ്ങളാണ് കണ്ടുവരുന്നത്. ശബ്ദവും വെളിച്ചവിന്യാസവും രംഗസജ്ജീകരണവും പശ്ചാത്തല സംഗീതവും വസ്ത്രാലങ്കാരവുമെല്ലാം സൂക്ഷ്മതയോടെ ഒരുക്കിയതായിരുന്നു മേള. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലം. ആസ്വാദനത്തിന്റെ പുതിയ അനുഭവങ്ങളുമായി ഓരോ നാടകകാലത്തും ഇവിടെ അത്ഭുതങ്ങൾ പിറക്കുകയാണ്. KT മുഹമ്മദ് പറഞ്ഞതുപോലെ ഇത് ഭൂമിയാണ്, നാടകത്തിന്റെ അത്ഭുത ഭൂമി. ദിവസങ്ങളായി അറിയോ?